ദുബായിൽ അനുമതിയില്ലാതെ ശീഷ ലഭ്യമാക്കിയ 6 റംസാൻ തമ്പുകൾക്ക് മുനിസിപ്പാലിറ്റി പിഴ ചുമത്തി. മുൻകൂർ അനുമതി വാങ്ങാതെ തമ്പുകളിൽ ശീഷ വിതരണം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വകുപ്പ് ഡയറക്ടർ മർവാൻ അൽ മുഹമ്മദ് മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് ആദ്യ തവണ 20,000 ദിർഹവും 3 തവണ ആവർത്തിക്കുമ്പോൾ പിഴ 60,000 ദിർഹം വരെ ഉയരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. 4 വർഷത്തിലധികം മരുഭൂമിയിൽ ആടിനെ മേയിച്ച് ജീവിതം നയിക്കേണ്ടിവന്ന UP സ്വദേശി റിസ്വാൻ അഹമ്മദിന് കേളി ജീവകാരുണ്യ വിഭാഗത്തിന്റെ സമയോചിത ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങി. UP സ്വദേശിയായ അംജദ് എന്ന ആൾ അറിയിച്ചതിനെ തുടർന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് റിസ്വാൻ അഹമ്മദിനെ കുറിച്ചുള്ള വിവരം കേളി ജീവകാരുണ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റിസ്വാൻ അഹമ്മദിനെ എംബസിയുടെ സഹായത്തോടെ നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേളി ജീവകാരുണ്യ കൺവീനർ ബാബുരാജ് കാപ്പിൽ അറിയിച്ചു. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഡ്രൈവിംഗ് പരിശീലനം കാര്യക്ഷമമാക്കണമെന്ന് സൗദി ഗതാഗത വകുപ്പ്. ഇതിനായി ഗവൺമെന്റിന് കീഴിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കണമെന്നും സൗദി ഷൂറ കൌൺസിൽ നൽകിയ റിപ്പോർട്ടിൽ ഗതാഗത മന്ത്രാലയം ആവശ്യപ്പെട്ടു. റോഡപകട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. റോഡുകളിൽ വാഹനപ്പെരുപ്പം കൂടുന്നത് കണക്കിലെടുത്ത് രാജ്യത്താകെ റെയിൽവേ ശൃംഖല വ്യാപിപ്പിക്കണം. പട്ടണങ്ങൾക്കുള്ളിൽ ഏർപ്പെടുത്തിയ ചില വ്യവസ്ഥകൾ ഹൈവേയിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ഷൂറ കൌൺസിൽ നിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യാന്തര ഹോളി ഖുർആൻ പാരായണ മത്സരം ദുബൈയിൽ ആരംഭിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 80 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പാരായണ ഭംഗിയും മനപ്പാഠശേഷിയും ശബ്ദ സൗന്ദര്യവും അടിസ്ഥാനമാക്കിയാണ് ഖുർആൻ പാരായണ മത്സരം നടത്തുന്നത്. ദുബായ് സർക്കാരിന് കീഴിലെ ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് റംസാനിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഖുർആൻ പാരായണ മത്സരം. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ലോകത്തിലെ 92 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. നിരവധി കടമ്പകൾക്ക് ശേഷമാണ് മത്സരാർത്ഥികൾ അവസാന റൗണ്ടിലെത്തുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൗദി അറേബ്യയിൽ നിന്നുള്ള ഡോക്ടർ ആദിൽ ബിൻ ഇബ്രാഹിം, UAE നിന്നുള്ള ഷെയ്ഖ് അലി ഹസൻ അൽ അലി, ഈജിപ്തിൽ നിന്നുള്ള ഷെയ്ഖ് ഐമൻ അഹമ്മദ് സയ്യിദ്, കുവൈത്തിൽ നിന്നുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് ഫാദിൽ അൽ അൻസി തുടങ്ങിയവരാണ് വിധികർത്താക്കൾ. ഖുർആൻ പാരായണ മത്സരം വീക്ഷിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ടി ജമാലുദ്ദീൻ, ദുബായ്. ദുബായിൽ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്തിയ പരിശോധനയിൽ 167 നിയമലംഘനങ്ങൾ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. വിവിധ വകുപ്പുകൾ ഇതിനകം 3705 പരിശോധനകളാണ് പൂർത്തിയാക്കിയത്. ഉപഭോക്തൃ സംരക്ഷണ വകുപ്പിന് കീഴിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടന്നതെന്ന് മന്ത്രാലയത്തിലെ മാർക്കറ്റ് നിരീക്ഷണ വകുപ്പ് തലവൻ ജുമാ മുബാറക് ഫൈറൂസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ നടത്തിയ 2911 പരിശോധനകൾക്കിടെ 141 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ഗുരുതര കേസുകൾക്ക് 20 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. വ്യാപാരത്തിലെ തട്ടിപ്പ്, തിരിമറി എന്നിവ ഗൗരവമായി കാണുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ കൈരളി ആർട്സ് ക്ലബ് ഇബ്ര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇബ്രയിലെ ബുസൈദി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 1000-ഓളം പേർ പങ്കെടുത്തു. മുനീർ മാസ്റ്റർ, മോഹൻ കരിവള്ളൂർ, സൂരജ് PJ, സന്തോഷ് കുമാർ, ട്രഷറർ സന്തോഷ് പിള്ള, അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകാശ് ബെന്നി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 10-12 ക്ലാസുകളിൽ നിന്നുള്ള ഉന്നത വിജയികളെ പ്രവാസി സാംസ്കാരിക വേദി അൽഖോബാർ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി അക്കാദമിക് എക്സലൻസ് അവാർഡ് 2016 അവാർഡ് നൽകി ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ മുഹമ്മദ് വാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധ കാരണങ്ങളുടെ പേരിൽ സ്കൂളുകൾ അമിത ഫീസ് ഈടാക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ഏതെങ്കിലും സ്കൂളുകൾ ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവ നിർത്തലാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിവിധ കാരണങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ പേരിൽ അമിത ഫീസ് ഈടാക്കാൻ അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥികളുടെ സ്കൂൾ ഫീസിൽ കൃത്യത വരുത്തണമെന്നും അമിത ഫീസ് ഈടാക്കാൻ പാടില്ലെന്നും സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം ബന്ധപ്പെട്ട സ്വകാര്യ സ്കൂളുകളോടും മറ്റ് വിദേശ ഇന്റർനാഷണൽ സ്കൂളുകളോടും നിർദ്ദേശിച്ചു. നിയമപ്രകാരമുള്ള ഫീസ് വിവരം മനസ്സിലാവുന്ന രീതിയിൽ രേഖാമൂലം രക്ഷിതാക്കൾക്കും നൽകിയിരിക്കണം.
ഫീസുകൾ ഗഡുക്കളായി നൽകുന്ന വിവരം ഉൾക്കൊള്ളിച്ചുള്ള വ്യക്തമായ കരാർ പതിപ്പ് അധ്യായ വർഷാരംഭത്തിൽ തന്നെ രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദ്യാർത്ഥി ടി.സി. വാങ്ങി പോകുന്ന ഘട്ടത്തിൽ തിരിച്ചു നൽകുന്ന ഫീസ് സംഖ്യ വിവരം, വിദ്യാർത്ഥികൾക്കുള്ള ഇളവ് നൽകുന്നതും ഇളവ് റദ്ദു ചെയ്യുന്നതും തുടങ്ങിയവയെല്ലാം ഈ കരാറിൽ വ്യക്തമായിരിക്കണം. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ഫീസ്, അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം മറ്റൊരു ഫീസ് എന്ന നിലയ്ക്ക് ചില സ്കൂളുകൾ തുക ഈടാക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇതൊരിക്കലും അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അമിത ഫീസ് ഈടാക്കുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള പ്രത്യേക ഫോമിലാണ് പരാതികൾ നൽകേണ്ടത്. പരാതി ലഭിച്ചാൽ പ്രത്യേക സമിതി വിലയിരുത്തി നടപടി സ്വീകരിക്കും. സ്കൂളുകളുടെ സൗകര്യം, പഠന നിലവാരം, വിദ്യാർത്ഥികളുടെ അച്ചടക്കം, സ്വദേശിവൽക്കരണം തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ഫീസ് വർധനയ്ക്ക് മന്ത്രാലയം അംഗീകാരം നൽകുക. ന്യൂസ് ബ്യൂറോ, ദമാം. മലയാള നാടക പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 6 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ രൂപം കൊണ്ട നാടകം.com എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി റിയാദിലെ നാടക പ്രവർത്തകരെ ഉൾപ്പെടുത്തി കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ രൂപീകരിച്ച റിയാദ് നാടകവേദി ആൻഡ് ചിൽഡ്രൻസ് തിയേറ്റർ ഇഫ്താർ സംഗമം നടത്തി. തുടർന്ന് 6ാം വാർഷിക പരിപാടികളുടെയും നീലക്കുയിൽ എന്ന നാടകത്തിന്റെയും DVD പ്രകാശനം സൗദി കലാകാരനായ ഹിലായിൽ അയ്യിദ് അനേസി നിർവഹിച്ചു. തുടർന്ന് നടന്ന ജനറൽ ബോഡിയിൽ വരുന്ന വർഷത്തേക്കുള്ള പുതിയ 17 എക്സിക്യൂട്ടീവ് അംഗ കേന്ദ്ര കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. റിയാദിലെ കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപ 100 കണക്കിന് കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് റംസാനിലെ സൗഹൃദ സംഗമം നടത്തി. ബത്തയിലെ ഹാഫ് മൂൺ ഓഡിറ്റോറിയത്തിൽ സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനവും ശ്രദ്ധേയമായി. റംസാൻ മാസം തുടങ്ങിയത് മുതൽ ഇതുവരെ 22ഓളം തീപിടുത്തങ്ങൾ ദുബായിൽ ഉണ്ടായതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇതിൽ 90% നിസാര തീപിടുത്തങ്ങളാണ്. വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും പുലർച്ചെയും നോമ്പ് തുറക്കിന് മുമ്പുമായിരുന്നു മിക്ക തീപിടുത്തങ്ങളുമെന്ന് സിവിൽ ഡിഫൻസ് ഓപ്പറേഷൻ വിഭാഗം ഡയറക്ടർ അലി ഹസൻ അൽമുദൈവ പറഞ്ഞു. അത്താഴത്തിനും നോമ്പ് തുറയ്ക്കും വിഭവങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് അടുക്കളകളിൽ തീപിടുത്തമുണ്ടാകുന്നത്. കൊഴുപ്പുള്ള ഭക്ഷണം തയ്യാറാക്കുമ്പോൾ വായുവിൽ തങ്ങി നിൽക്കുന്ന എണ്ണയുടെ അംശമാണ് തീപിടുത്തത്തിന് കാരണമാകുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലെ അൽ അൻസാർ സെന്റർ ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു. ഡയമണ്ട് ജൂബിലി ഹാളിനകത്തും പുറത്തുമായി ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ 2000ഓളം പേരാണ് പങ്കെടുത്തത്. രാജ്യാന്തര റിയൽ എസ്റ്റേറ്റ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 2018 ലോക റിയൽ എസ്റ്റേറ്റ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ദുബായിയെ തെരഞ്ഞെടുത്തു. ആദ്യമായാണ് റിയൽ എസ്റ്റേറ്റ് കോൺഗ്രസ് ദുബായിൽ നടക്കുന്നത്. ദുബായ് ബിസിനസ് ഇവന്റ്സ്, ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവർ സംയുക്തമായി നേതൃത്വം നൽകുന്ന സമ്മേളനം ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കും. 60ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്തെ 1000ലേറെ വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ദമാം പട്ടണത്തിൽ വിമാനയാത്രക്കാർക്ക് വേണ്ടി ചെക്ക് ഇൻ സിറ്റി നിർമ്മിക്കുന്നു. ലഗേജുകൾ ചെക്ക് ഇൻ സിറ്റിയിൽ പൂർത്തിയാക്കി യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകാൻ കഴിയും. ഇത് സംബന്ധിച്ച് ബസ് സർവീസ് കമ്പനിയായ സാബ്കോയുമായി ദമാം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ കരാറിൽ ഒപ്പുവെച്ചു. സാബ്കോ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ചെക്ക് ഇൻ സിറ്റി കെട്ടിടം നിർമ്മിക്കുന്നത്. യാത്രക്കാരുടെ ലഗേജുകൾ വിമാനത്താവളത്തിൽ പരിശോധിക്കുന്നതിന് പകരം ദമാം പട്ടണത്തിലുള്ള ചെക്ക് ഇൻ സിറ്റിയിൽ പൂർത്തിയാക്കി യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകും. യാത്രാ നടപടികൾക്കായി 4 കൗണ്ടറുകൾ ദമാമിലെ ചെക്ക് ഇൻ സിറ്റിയിൽ സജ്ജീകരിക്കും. വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുകയും യാത്രക്കാരുടെ സംതൃപ്തി ലക്ഷ്യമാക്കുകയുമാണ് പുതിയ പദ്ധതി വഴി ലക്ഷ്യമാക്കുന്നതെന്ന് ദമാം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവള മേധാവി തുർക്കി അൽജൂനി അറിയിച്ചു. ഇതാദ്യമായാണ് വിമാനത്താവളത്തിന് പുറത്ത് ചെക്ക് ഇൻ സിറ്റി നിർമ്മിക്കുന്നത്. അൻപത്തിയഞ്ച് വർഷം തുടർച്ചയായി ഒരേ പള്ളിയിൽ ഉസ്താദായി സേവനമനുഷ്ഠിച്ച കാസിം കുഞ്ഞു മൗലവിക്ക് വയസ്സ് 85 റംസാൻ നോയമ്പ് ഇന്നും 16കാരന്റെ ചുറുചുറുക്കോടെ അനുഷ്ഠിക്കുന്നു. കൊല്ലം ഉമയനല്ലൂർ മസ്ജിദിലാണ് അരനൂറ്റാണ്ടായി കാസിം ഈശ്വരദാസനായി തുടരുന്നത്. വലിയ ഉസ്താദ് എന്ന ഓമന പേരിലാണ് കൊല്ലം മൈലക്കാട് കാസിം കുഞ്ഞു മൗലവി അറിയപ്പെടുന്നത്. 1963 ഉമയനല്ലൂർ മസ്ജിദിൽ തുടങ്ങിയ സേവനം ഇന്നും പവിത്രതയോടെ തുടരുന്നു. മതപണ്ഡിതനായ വലിയ ഉസ്താദിന് വലിയ ഒരു ശിഷ്യസമ്പത്തുമുണ്ട്. 5 തലമുറയെ നബിവചനങ്ങൾ പഠിപ്പിച്ച ഇമാമിന് ഖുർആൻ ജീവിതമാണ്. പല വിധത്തിലുള്ള വിട്ടുപിടിച്ചോടുകൂടിയും ക്ഷമയോടുകൂടിയും സമാധാനത്തോടുകൂടിയും സഹനതയോടുകൂടിയാണ് കാര്യങ്ങൾ ഇത്രയും ഞങ്ങൾ നീണ്ടുപോയത്.
അങ്ങനെ ഈ സഹനതയും ക്ഷമയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും നാൾ തുടരാൻ സാധ്യമല്ല. പിന്നെ അള്ളാഹുവിൻ്റെ നിയന്ത്രണമുണ്ട്, ഇത്ര നാൾ വരെ തുടരണമെന്ന്. നോയമ്പ് കാലത്ത് പാലിക്കേണ്ട കടമകളിലും കൃത്യനിഷ്ഠകളിലും ഉസ്താദ് ഉമൈനല്ലൂർ ജമാഅത്തിലെ 1200 കുടുംബങ്ങൾക്കും മാതൃകയാണ്. സമാധാനവും ക്ഷമയും സഹനവും കൈവിടാതിരിക്കാനാണ് വലിയ ഉസ്താദ് മതഭേദമന്യേ ഏവരെയും പഠിപ്പിക്കുന്നത്. രാജ്, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് നിർണായക സൂചനകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറുളിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചനയുണ്ട്. പണത്തിന് പകരം വിവാഹം കഴിക്കണമെന്ന ആവശ്യം വിസമ്മതിച്ചത് കൊലയ്ക്ക് കാരണമായി എന്നാണ് സൂചനകൾ. ജിഷ വധക്കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ രാജേശ്വരിക്കും ജിഷയ്ക്കും സഹോദരി ദീപയ്ക്കും നേരത്തെ അറിയാമായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നതായ സൂചനയുണ്ട്. അമീറുളിൽ നിന്നും ജിഷയുടെ കുടുംബം നേരത്തെ പണം കൈപ്പറ്റിയിരുന്നതായും തുടർന്നുള്ള പരിചയമാണ് അമീറുളിനെ ജിഷയുടെ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പുതിയ വിവരങ്ങൾ. എന്നാൽ പണം തിരികെ നൽകാതായപ്പോൾ അമീറുൽ ജിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ജിഷ നിരസിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 അമീറുൽ ജിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ടെന്നും ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞതായുമാണ് സൂചനകൾ. നാളെ നടക്കാനിരിക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കുവാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ജിഷയുടെ വീടിന് സമീപത്തെ കുളിക്കടവിൽ വെച്ച് അമീറുലിനെ ഒരു സ്ത്രീ അടിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമനുസരിച്ച് ആ സ്ത്രീ ജിഷയുടെ അമ്മ രാജേശ്വരിയാണെന്നും അമീറുലിന് നൽകാനുള്ള പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിലേക്ക് കലാശിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ അസമിൽ വെച്ച് പോലീസ് കണ്ടത്. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അമീറുലിന്റെ സുഹൃത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ കാക്കനാട് ജില്ലാ ജയിലിൽ നടക്കും. ജിഷയുടെ കൊലപാതകത്തിന് തലേനാൾ വരെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നതായും ഇയാൾക്ക് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാമായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലാണ് സുഹൃത്തിനെ കണ്ടെത്താനായി ഒരു സംഘം ആസാമിലേക്ക് തിരിച്ചത്. ഷാഡോ SI V ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഹൃത്തിനെ ആസാമിൽ കണ്ടെത്തിയതായാണ് വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലുള്ള അമീറുലിന്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലെ പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കത്തിയല്ല കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത കത്തിയിൽ രക്തക്കറ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലെത്തിയിരിക്കുന്ന പോലീസ് ആയുധങ്ങൾ കടത്താൻ പ്രതി മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു. ഇയാൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ദാനിയലിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിലെ അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം വഴിതിരിച്ചു വിട്ടത് മാധ്യമങ്ങളാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. അല്ല, അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പോൾ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ശരിയായി മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിനിടയിൽ നമ്മളായിട്ട് വഴിതെറ്റിക്കണ്ട. ഈ മാധ്യമങ്ങളാണ് ഈ കേസ് ഇത്രയും വഴിതെറ്റിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പ്രതിയെ പിടിക്കാമായിരുന്നു. അവർക്ക് ഈ കേസ് ശരിയായ ദിശയിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയാതെ പോയത് മാധ്യമങ്ങളുടെ ഒരു സമ്മർദ്ദം നിലനിന്നതുകൊണ്ടാണ്. ഞാനങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ പ്രതിയെ കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കട്ടെ. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. എവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ഭായമാര് പിന്നെ ആസാംകാർ അവർ ശരിയില്ല. അതൊക്കെ ഉറപ്പും. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചെയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക.
പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചെലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നതുമൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷാജഹാൻ. തലശ്ശേരി കൂട്ടിമാക്കൂലിൽ നടന്നത് ദളിത് പീഡനമല്ലെന്നും UDF രാഷ്ട്രീയ നാടകമാണെന്നും വ്യക്തമാകുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാക്കാനും പിന്നീട് ദളിത് പ്രശ്നമാക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിനായി കോൺഗ്രസ് നേതാവ് കൂടിയായ പെൺകുട്ടികളുടെ പിതാവ് രാജനും ഒത്തുകളിക്കുകയാണെന്നും ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നു. അതേസമയം പെൺകുട്ടികൾ ഇതിനു മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ലെന്ന് പരിസരത്തെ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നവരല്ല ഇവരാരും തന്നെ. എന്തൊക്കെയായിരുന്നു കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇവർ ഇങ്ങനെ മറുപടി പറയുന്നു. അത് എന്റെ സത്യം പറയാന്ന് എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ മരുവോടെ മക്കളാണ്. ഇത് രാഷ്ട്രമുതലെടുപ്പിനെ രാഷ്ട്രമുതലെടുപ്പ് ചെയ്യുമ്പോൾ ഭരിക്കുന്നത് മാസി പാർട്ടിക്കാരായി. അതിന്റെ പേരിൽ ഒന്ന് കുത്തിക്കാരി പിടിക്കുക. അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞാൽ കേൾക്കൂല. കത്തി വെക്കുക പാടി. ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അങ്ങനെ മരുവകളെ പറഞ്ഞു എന്നറിയാം. എന്തിനാ ഇവിടെ നമ്മളെന്ത് പറയാനാണ്? അപ്പോൾ ബ്ലേഡ് വെക്കും. ഇതല്ലേ പിള്ളേർ തൊഴിലാ. അയൽവാസി സക്കീനയുടെ മകൻ CPIM പ്രവർത്തകർക്കൊപ്പം നടക്കുന്നതായിരുന്നു ഇവരുടെ ആദ്യ പരാതി. പിന്നീട് സക്കീനയുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് തുടങ്ങിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസും ചേർന്ന് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് പരിഹാരമാക്കി. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച രാജൻ സക്കീനയുടെ മകന്റെ സുഹൃത്തായ DYFI പ്രവർത്തകനെ വീണ്ടും അസഭ്യവർഷം ചൊരിയുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇതാണ് പാർട്ടി ഓഫീസിന് താഴെ രാജൻ കാവൽ നിന്ന് 2 പെൺകുട്ടികളെ ഇരുമ്പു പൈപ്പും വിറകുകൊള്ളിയുമായി മുകളിലേക്ക് കയറ്റിവിട്ട് കാരം ബോർഡ് കളിക്കായിരുന്ന 4 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് ദളിത് സ്ത്രീകളെ ജാതി വിളിച്ചാക്ഷേപിച്ചുവെന്ന് പരാതി നൽകി രാഷ്ട്രീയ വൈരാഗ്യം ദളിത് പ്രശ്നമാക്കി മാറ്റുകയായിരുന്നെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എൻ്റെ മോന് മെമ്പർഷിപ്പ് മുറിക്കാൻ പോയിട്ട് നേരെ അത് അവർക്കൊരു ചെറിയൊരു പ്രശ്നമായി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മെമ്പർഷിപ്പ് മുറിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ അവനെ ചീത്ത പറഞ്ഞോറ്. രാജേട്ടെ നമ്മളെ വീട്ടിൽ പോസ്റ്ററെല്ലാം വെച്ചതിന് എല്ലാം പ്രശ്നമാണ്. നേരെ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴീൻ്റെ ഈ പൈപ്പ് അവരെ സൺസൈനുമുള്ള പൈപ്പിലെ വെള്ളം തേച്ച് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മണ്ണിട്ടിട്ട് ചളി കെട്ടിയിട്ട് അവരെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പൈപ്പ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് ചളിയായി. അങ്ങനെ ഞാൻ അവരുടെ ഭാര്യയോട് പറഞ്ഞ് പൈപ്പൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ആക്കണം എന്നാണ് പറമ്പിലേക്ക്. അങ്ങനെ ഓറ് തിരിച്ചിട്ട് ഓരോ പറമ്പിലേക്ക് തന്നെ ആക്കി. ഇവർ വന്നേരം നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ ആക്കി. അങ്ങനെ എനിക്കാരുടെ പാർട്ടിക്കാരുള്ള വിളിക്കളാന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ ആരെല്ലാം വിളിച്ച് 2 നാളെ പിന്നെ പിള്ളേരെന്തല്ലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യം അടിയായി. ചട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് ടൈലെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ പരാതി കൊടുത്ത് തലശ്ശേരി പോയിട്ട് അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കിയത്. ഇവർ പൈപ്പ് അങ്ങോട്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഇവള് പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ വനിതാ സെല്ലിൽ പോയിട്ട് പരാതി കൊടുത്ത്. ഇതിനു മുൻപും ഇവർ സ്വസമുദായത്തിൽപ്പെട്ടവരെയും മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും സമുദായം, സ്ത്രീകൾ എന്നീ പരിഗണന മുതലെടുത്ത് ഉപദ്രവിച്ചതായി ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ സ്വഭാവം വെച്ചിട്ട് 1-നും 2-നും എല്ലാത്തിനും കേസ് കൊടുക്കല അവരുടെ മെയിൻ പരിപാടി. ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് പോലും നല്ല വാണിങ്ങും എന്നെ ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തിട്ടുണ്ട്. അയൽവാസികളുമായുണ്ടായ ഈ പ്രശ്നമാണ് ദളിത് പ്രശ്നമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ UDF രംഗത്തെത്തിയത്. കോടതിയിൽ ജാമ്യം കിട്ടുമായിരുന്ന കേസിൽ ആദ്യ ദിവസം ജാമ്യ ഹർജി പോലും നൽകാതെ UDF നാടകം കളിച്ചുവെന്ന ആരോപണവും ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.